നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. ഞങ്ങൾ ഇതാ ഇനിമേലിൽ പുതിയ മനുഷ്യന്മാരാവാൻ തീരുമാനിച്ചു, പുതിയ പട്ടിക നിരത്തി വെക്കാൻ തീരുമാനിച്ചു. പഴയ ഫയലിനോട് എന്നേക്കും വിടവാങ്ങി ആ ഫയലുകളിൽ തോന്നിവാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എന്തെല്ലാം അനിസ്ലാമികത്വങ്ങളുണ്ടോ അതിനോടെല്ലാം എന്നേക്കുമായി ഞാൻ വിടവാങ്ങി. ഏതുപോലെ പണ്ട് നമ്മുടെ സഹബാക്കൾ മദീനയിൽ വിടവാങ്ങിയതുപോലെ, മുഹാജിറുകൾ അൻസാറുകൾ വിടവാങ്ങിയതുപോലെ, എന്നിട്ട് മുഹാജിറുകൾക്ക് അൻസാറുകൾക്ക് പ്രതാപങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയതുപോലെ അവര് ഉണ്ടോന്ന് ചോദിക്കലായിരുന്നു എന്ന് റസൂൽ പറയുന്നത്. റസൂൽ പറയാണ്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങൾ റിപ്പബ്ലിക്കുമായി നാടുകളെ ഫതഹാക്കാൻ വേണ്ടി, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി, ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ചോദിക്കും നിങ്ങളോട്, നിങ്ങളുടെ കൂടെ സഹബാക്കളുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നാട്ടിൻ്റെ കവാടം തുറന്നു കിട്ടും. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലോകം അത് കണ്ടു. ആ സംഭവങ്ങൾ റഷ്യൻ നാടുകളിലൂടെ, യൂറോപ്പിൽ നിന്നിട്ട് ചില നാടുകളിലൂടെ, ഇവിടുന്ന് അങ്ങോട്ടുള്ളതായ നാടുകളിലൂടെ നമ്മുടെ സഹാബാക്കൾ ഇവിടെ നിന്ന് പോയി അവർക്ക് വാതിൽ തുറന്നു കൊടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവിടെ ഫതഹാക്കാൻ പോകുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കൂടെ റസൂലിൻ്റെ സഹാബാക്കളെ കണ്ടവരുണ്ടോ? സഹാബാക്കളല്ല, സഹാബാക്കളെ കണ്ടവരുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും വാതിൽ തുറന്നു കൊടുക്കപ്പെടും. കണ്ടില്ലേ മുമ്പന്മാരുടെ ആ ഈമാനിന്റെ കഴിവ്. അവർക്ക് യുദ്ധമില്ലാതെ റസൂലുള്ളാഹി മദീനയിൽ കടന്ന യുദ്ധമില്ലാതെയാണല്ലോ. മക്കയിലും കടന്നത് യഥാർത്ഥത്തിൽ യുദ്ധമില്ലാതെയാണ്. മക്കയിൽ യുദ്ധമില്ലാതെ കടന്നത് മാത്രമല്ല, അവിടെ ഇവിടുന്നൊക്കെ പലരും പരിശ്രമിച്ചുവെങ്കിലും ആ പരിശ്രമം വിജയിച്ചില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെട്ടിട്ട് 10,000-ഓളം പട്ടാളവുമായിട്ട് റസൂലുള്ളാഹി അവിടേക്ക് ചെല്ലാണ്. ആ ചെല്ലുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പെരുപ്പം കണ്ടിട്ട് അബൂ സുഫിയാനെ പോലത്തവരെ ഞെട്ടാൻ വേണ്ടി റസൂലുള്ളാഹി അവരുടെ മുമ്പിൽ കൂടി നടത്താൻ, മാർച്ച് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ സഅദ് ഇബ്നു അബീ വഖാസ് അവിടുന്ന് പറയുകയുണ്ടായി, അൽയൗമ യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം ചോര ചിന്തുന്ന ദിവസമാണ് എന്ന ശൈലി പറഞ്ഞു. വാർത്ത റസൂലുള്ളാഹിലേക്ക് എത്തി. ഉടനെ തന്നെ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കി. കമാൻഡറായിരുന്നു ആര്? സഅദ് ഇബ്നു അബീ വഖാസ്. അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ആരാണ് സ്ഥാനത്ത് വരുന്നത്? അദ്ദേഹത്തിന്റെ മകൻ ഖൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം നൽകുകയും ചെയ്തു. എന്തേ പ്രശ്നം? ഇത് റസൂലുള്ളാഹി അതിന് മറുപടി നൽകി, അല്ല, അൽയൗമ യൗമുർ റഹ്മ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന് അനുഗ്രഹീത ദിവസമാണ്, ജനങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്, ഇവിടെ ചോര ചിന്താൻ വേണ്ടി വന്ന ദിവസമല്ല എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നടുക്കടത്തി കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി ശകാരിച്ചു, ചീത്ത പറഞ്ഞു, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടു. എന്തെല്ലാം കഷ്ടതകൾ റസൂലും സഹാബത്തിനും. റസൂലുള്ളാഹിന്റെ സ്വന്തം മകൾ റുഖിയ, അവരുടെ മരുമകൻ ഉസ്മാൻ വരെ മക്ക വിട്ടിട്ട്, ഖുറൈശ് നേതൃത്വങ്ങൾ മക്ക വിട്ടിട്ട് പോകേണ്ടതായ ചുറ്റുപാടുണ്ടായി. എത്യോപ്യയിലേക്ക്, അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക്, ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക്. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ സംഭവിച്ചതൊക്കെ മക്ക ജീവിതത്തിലല്ലേ? അങ്ങനെയുള്ളതായ ആ മക്കയിലേക്കാണ് മടങ്ങി വരുന്നത്. റസൂലുള്ളാഹിക്ക് തോന്നിയോ അവരൊക്കെ പിടിച്ചു കൊന്നുകളയാം? ഇല്ല. നിങ്ങൾ എല്ലാവർക്കും ഫ്രീ പോയിക്കോ, ആരെയും ഞാനിപ്പോൾ വിചാരണ ചെയ്യുന്നില്ല, ആർക്കും ഞാൻ പകരം വീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളതായ ആ അനുഗ്രഹീത പുരുഷനാകുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ ഭീകരതയുടെ മതമല്ല, സഹിഷ്ണുതയുടെ മതമാണ്, ശാന്തിയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്, ആത്മോത്കർഷതയുടെ മതമാണ്, ആത്മാനുഭൂതിയുടെ മതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബൂ വഅൻതും തുലഖാ എന്ന് പ്രഖ്യാപിച്ചു എന്നതാണ്. നാം ഇവിടെ മദീനത്ത് വരുമ്പോൾ, മക്കത്ത് വരുമ്പോൾ നിങ്ങളെപ്പോലത്തതായ സന്ദർശകർക്ക് ആ സ്മരണ പുതുക്കാൻ, ചരിത്രത്തിലേക്ക് കണ്ണോടിക്കാൻ, എന്നിട്ട് ഈമാൻ പുതുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രി തന്നെ അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുക. ഞങ്ങളിതാ നിന്നോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു രക്ഷിതാവേ, നിന്റെ മതത്തെ ശരിക്ക് പഠിക്കാൻ, ശരിക്ക് ഗ്രഹിക്കാൻ, ശരിക്ക് മനസ്സിലാക്കാൻ, ഈ ആദർശത്തെ ഉൾക്കൊള്ളാൻ, ഈ ആദർശത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ സഹബാക്കൾ തയ്യാറായതുപോലെ തയ്യാറാണ്. ഇനി ഞങ്ങൾ മുമ്പുള്ളതായ പഴയ പട്ടികയോട് വിടവാങ്ങി ഭീരുക്കളാവുക എന്ന തത്വം ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ നിന്റെ മതത്തിന് വേണ്ടി, നിന്റെ മതത്തിന്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ജനങ്ങളുടെ ഇടയിൽ
ഇതര മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ റസൂലും സഹാബത്തും എങ്ങനെയാണ് ജൂതന്മാരുടെ ഇടയിൽ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ സുബ്ഹാനല്ലാഹ് പടവസ്ത്രം പണയം വെച്ചിട്ട് 30 ഗോതമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കഥ അറിയാത്ത മുസ്ലിമുണ്ടോ? അത് തന്നെ ഇപ്പോൾ ധാരാളം അമുസ്ലിങ്ങൾക്കും അതറിയുന്ന വാർത്തയാണ്. അങ്ങനെ ക്രൂരതയുടെയോ അല്ലെങ്കിൽ ഭീകരതയുടെയോ ഒരു നിലക്കുള്ളതായ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തത്വത്തിലില്ല എന്നത് തുറിച്ച് എഴുതി കുറിച്ച് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഈ മതം എപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന മതമല്ല, ദ്രോഹമുണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാർച്ച് നടത്തുകയാണെങ്കിൽ തന്നെ അവിടെയൊന്നും ദ്രോഹമുണ്ടാക്കാൻ പാടില്ല. ഇസ്ലാം ദ്രോഹം കൽപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അത് നമ്മുടെ ചുറ്റുപാട് അനുസരിച്ചിട്ടാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുപാട് അനുസരിച്ചിട്ട്.